ഹായ്, എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ആശംസകൾ. പള്ളി മുറ്റത്ത് നിന്നാണ് രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്നലെ രാത്രി നമ്മൾ വീഡിയോ ഇട്ടായിരുന്നു. എന്നാലും നമ്മൾ ഈസ്റ്ററിന്റെ അന്ന് പള്ളി വന്നപ്പോൾ ഒരു ഈസ്റ്റർ ആശംസ പറഞ്ഞില്ലെങ്കിൽ അതൊരു സുഖമില്ല. അതെ, രാവിലെ തന്നെ രാവിലെ ഞങ്ങൾ പള്ളി വന്ന് രാത്രി പള്ളി വന്നില്ല. ഞങ്ങൾക്ക് ഇന്നൊരു വലിയ പ്രത്യേകതയുണ്ട്. ഞങ്ങൾ ആ ഒരു പ്രത്യേകതയിലേക്ക് ഇന്ന് കടക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടാവണം. എന്താന്ന് വെച്ചാൽ ഞങ്ങള് ഒരു 3-4 ദിവസത്തേക്ക് വീട്ടിലില്ല. അതെ, ഞങ്ങളൊരു 3-4 ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. പിള്ളേരില്ല. അപ്പോൾ ശാന്തമായ സുന്ദരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറുകയാണ്. അല്ല, എല്ലാം മാറ്റി വെച്ചിട്ടുള്ളൊരു ദിവസത്തിലേക്ക് പോവുകയാണ്. ഒരു 3-4 ദിവസത്തിലേക്ക് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെ കുറെ ഇപ്പോഴാണ് അത് നടന്നത്. അതെ, കുറെ നാളുകളായിട്ട് ആഗ്രഹിക്കുമ്പോഴുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും നടക്കില്ല. നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. 4 ദിവസത്തേക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും. പക്ഷേ ഈസ്റ്ററിൻ്റെ ദിവസം തന്നെ പോകുന്നതിൽ ചെറിയൊരു ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, വിഷമമൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. കാരണം അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ലായിരുന്നു. നല്ല കാര്യത്തിനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ധ്യാനത്തിനാണ് പോകുന്നത് കേട്ടോ. തൊടുപുഴയിലാണ്. തൊടുപുഴയിൽ ഏതായിരുന്നു? എഴുമുട്ടം ടാബോർ ധ്യാന കേന്ദ്രത്തിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് അച്ഛനെ കണ്ടിട്ട് അച്ഛൻ്റെ നിന്നൊരു ലെറ്ററൊക്കെ വാങ്ങണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ നിന്നതാണ്. ഈസ്റ്ററിൻ്റെ ദിവസമാണെങ്കിലും നല്ല തിരക്കുള്ള ദിവസമാണെങ്കിലും അച്ഛൻ പറഞ്ഞായിരുന്നു എത്ര തിരക്കാണെങ്കിലും വേണ്ടിയല്ല, വന്നാൽ മതി, ഞാൻ തന്നോളാം എന്ന് പറഞ്ഞായിരുന്നു. അതെ, കാരണം എനിക്ക് ഈ കൈയും എല്ലാ ബുദ്ധിമുട്ടുമുണ്ട്, മരുന്നുണ്ട്, കുഴമ്പുണ്ട്, എല്ലാം ഉള്ളതുകൊണ്ട് റൂമും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ റൂം എടുക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കെട്ടിയോളോ വന്ന് തെളിയിക്കണമല്ലോ. അപ്പോൾ ഇടവേന്ന് അച്ഛൻ എഴുതി തന്നില്ലെങ്കിൽ നമുക്ക്, കാരണം ഈ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പല രീതിയിലുള്ള ആളുകൾ വന്ന് കയറിയല്ലേ, പുറത്തുനിന്നുള്ളവരെയൊന്നും വിശ്വസിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വരുമ്പോൾ ഇടവപ്പള്ളിയിൽ നിന്ന് അച്ഛൻ്റെ ലെറ്റർ ലെറ്ററൊക്കെ മേടിച്ച് ഞങ്ങൾ ഇങ്ങനെ വണ്ടിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതെ, എൻ്റെ കൈ പറഞ്ഞു പോന്നു. കാരണം ഇത് പിടിച്ച. അപ്പൊ വൈകിട്ട് 5 മണിക്കാണ് ധ്യാനം തുടങ്ങുന്നത്. ഞങ്ങളൊരു ഉച്ചയാകുമ്പോ ഒക്കെ പോണെന്ന് വിചാരിച്ചിരിക്കുന്നു. അതെ, 2 മണിക്കൂർ വേണം അവിടെ ചെല്ലാനായിട്ട്. അപ്പൊ ഇവരെ കാണാതാണ് പോകുന്നത്. ഇവരില്ലാതെ പോകുന്നു. ഇവരെ പെങ്ങളും അളിയനും മമ്മിയും എല്ലാവരും ഉണ്ട്. അപ്പൊ അവര് നോക്കിക്കോളും. അപ്പോൾ ഒരു വിഷമമുണ്ട് നിങ്ങളെ കാണാതിരിക്കുന്നതിന്റെ. അത് ഭയങ്കര കാണാതിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നാളും. അപ്പോൾ ഞങ്ങൾ വണ്ടിക്കകത്ത് കയറിയിട്ട് ബാക്കി പറയാന്ന് വെച്ചിട്ട്, അതായത് ഈ പ്രാവശ്യം പോകുന്നതിൽ ആ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരോട് സംസാരിക്കാനോ മിണ്ടാനൊന്നും പറ്റിയല്ലോ. ബാക്കി പറ്റത്തില്ല, കാരണം നമ്മൾ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. അല്ലെ നമ്മൾ വീഡിയോ കോൾ വിളിച്ചിട്ടാണെങ്കിലും അല്ലാതെയൊക്കെ ആണെങ്കിലും നമ്മൾ എല്ലാവരെയും കാണുകയൊക്കെ ചെയ്യുന്നതാണ്. ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഈ 5 ദിവസത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല. അതെ, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കുറച്ച് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ യാത്രകള്, ഇന്നലെ വരെയുള്ള യാത്രകളുടെ എല്ലാ വീഡിയോസും നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിലെത്തി എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഈ ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളിലും വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും. കാരണം വലിയ വലിയ വീഡിയോകളായതുകൊണ്ട് തന്നെ ഓരോ ദിവസങ്ങളായിട്ട് തന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വീഡിയോകളും കാര്യങ്ങളും എല്ലാ ദിവസവും തന്നെ ഉണ്ടായിരിക്കും. നമ്മൾ സ്ഥലത്തില്ലെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കേണ്ടത് കൊണ്ട് നമ്മൾ അത് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഇത്രയും ദിവസങ്ങളിൽ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, അപ്പോ വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ആശംസകൾ. തിരക്കാന്ന് വിചാരിക്കുന്നു. കാരണം ബന്ധുക്കളും എല്ലാവരും വീട്ടിൽ കൂടുന്ന ദിവസമൊക്കെ ആയിരിക്കും. ഇന്ന് അടിച്ചു പൊളിക്കുന്ന ദിവസമായിരിക്കും. അതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. വീഡിയോ ഒന്നും കാണാൻ സമയമൊന്നും കിട്ടത്തില്ല. എങ്കിൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ പറയാണ്. ഞങ്ങൾക്കും നല്ല തിരക്കുള്ള ദിവസമാണ്. അതെ, ആദ്യക്കുട്ട ഒരു ഹാപ്പി ഈസ്റ്റർ പറഞ്ഞ. ആദ്യക്കുട്ട അന്നൂട്ടി ഒരു ഹാപ്പി ഈസ്റ്റർ പറഞ്ഞ. അന്നൂട്ടി ഹാപ്പി ഈസ്റ്റർ. അപ്പൊ ഇതാണ് എന്നെ കുട്ടിയുടെ ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങള് ഇന്ന് പോകുന്ന വിശേഷങ്ങളും അവിടെ ചെന്നിട്ടുള്ള കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോൺ കൊടുത്തതിന് ശേഷം വീഡിയോസ് അവിടെ വരെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സമയം ഉണ്ടെങ്കിൽ കേട്ടോ. നമുക്ക് ഉറപ്പായിട്ടും സമയം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ചെന്ന് എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, റേഞ്ചിന്റെ പ്രശ്നമൊക്കെ വരും. കൃത്യമായിട്ട് സമയത്ത് നേരത്തെ എത്തുവാണെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ മുമ്പ് എത്തുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്ത് ഇന്ന് വീഡിയോ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഫോൺ കൊടുക്കും. അതെ, അപ്പോൾ അവര് കറക്റ്റ് അവരുടെ അവിടെ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ഫോൺ മേടിക്കും. അതെ, നമ്മൾ ഈ പള്ളിമറ്റത്ത് നിൽക്കുമ്പോഴേ ലാസ്റ്റ് തീരാനാവുമ്പോഴായിരിക്കും. അതെ, അപ്പൊ ഫോണിനകത്ത് ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം തന്നെ വീഡിയോ ഇടാനൊക്കെ പറ്റുള്ളൂ. അല്ല പിന്നെ വീട്ടിൽ വന്നിട്ടായിരിക്കും വീഡിയോ ഇടുന്നത്. അപ്പൊ എന്തായാലും ഒരാഴ്ചത്തേക്കുള്ള ഒരു ഗ്യാപ്പ് ഞങ്ങൾ എടുക്കുകയാണ് കേട്ടോ.
അപ്പോ നമുക്ക് എല്ലാത്തിൽ നിന്നും നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പള്ളി കഴിഞ്ഞിറങ്ങി നിൽക്കുമ്പോൾ ഇതിൽ ഇലക്ഷന്റെ വണ്ടി പോവാണ്. ഇലക്ഷന്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ നമ്മുടെ ഒരു എന്താ പറയാ ഹിറ്റായിട്ടുള്ള ഒരു പാട്ട് ഇലക്ഷൻ വണ്ടി പാരഡി ആയിട്ട് പാടിക്കൊണ്ട് പോവുക. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്നതല്ല, ഇത് പലയിടത്തുനിന്നായിട്ട് കേട്ടിട്ട് പിള്ള കണ്ടോ, ഇത് നമ്മൾ രണ്ടിനും കാണപ്പെടാറിയ. സത്യം പറഞ്ഞാൽ ഇത് ഓരോ കുഞ്ഞു പിള്ളേർക്ക് വരെ പറയാന്നുള്ളതാണ് ഭയങ്കര. മനസ്സിലാകത്തില്ല, അറിയാം. ഈ ചെറുതാണല്ലോ അതെ, ഈ ചെറിയ കുഞ്ഞ് 1.5 വയസ്സുള്ള ഈ കുഞ്ഞു ഇരുന്നുകൊണ്ട് പാടുന്ന കേട്ട് കഴിഞ്ഞാല് നമ്മൾ ആരും പഠിപ്പിച്ചിട്ട് പാടുന്നതല്ല. എപ്പോഴും ഫോണുകൾ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോ ഈ പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവരിങ്ങനെ വിളിച്ചു പറഞ്ഞു പോകുമ്പോ ഇത് കേട്ടപ്പോ നമ്മുടെ ഫോണുകളിൽ നിന്ന് കേട്ടിട്ടാണ് ഇവര് പഠിക്കുന്നത്, അല്ല നമ്മൾ പാടി പഠിപ്പിച്ചിട്ടല്ല പഠിക്കുന്നത്. അപ്പൊ പിന്നെ ഇവരാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ചെയ്തോണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഞാനിവളോട് പറയായിരുന്നു, എടി ഇനി വിടത്തില്ല, ഇനി ഇതിന് തന്നെ രണ്ടുപേരോട് ഇരുന്ന് ഒരുമിച്ച് പാടുന്നേക്കണം. എന്നാ രസമാണ്, ഈണം നല്ല രസമാണ് കേട്ടിരുന്നു നമ്മള്. അപ്പോ എന്തായാലും ഇലക്ഷനും വരുവാണ്. ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് ഞങ്ങൾ പറഞ്ഞെത്തുന്നതായിരിക്കും. എന്തായാലും ഇലക്ഷന്റെ അന്ന് സാധാരണ തീരുന്നത്, അന്ന് ഒഴിവാക്കിക്കൊണ്ട് ധ്യാനം തീരുന്നതായിരിക്കും. കാരണം നമ്മുടെ ജനാധിപത്യത്തിലെ മഹോത്സവത്തിന് ഞങ്ങളും പങ്കെടുക്കാൻ എത്തിയിരിക്കും. നമ്മുടെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കും. എല്ലാവരും വോട്ട് ചെയ്യണം. വോട്ട് ഓരോരുത്തരും, ഒരാൾ പോലും വോട്ട് ചെയ്യും. കാരണം നമ്മുടെ അവകാശമാണ്. നമുക്ക് 5 വർഷം കൂടുമ്പോൾ കിട്ടുന്ന ഒരു നമ്മൾക്ക് കിട്ടുന്ന ഒരു ജനങ്ങൾക്ക് കിട്ടുന്ന അധികാരമാണ്. ആ അധികാരം പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തണം, ഉപയോഗപ്പെടുത്തണം. അല്ലെങ്കിൽ ഞാൻ വോട്ട് ചെയ്തില്ലെങ്കിലും അവർ ജയിക്കുക, അല്ലെങ്കിൽ ഞാൻ വോട്ട് ചെയ്തിട്ട് എന്താവാനാ എന്ന് വിചാരിച്ചുകൊണ്ട് ആരും മാറി നിൽക്കരുത്. എല്ലാവരും അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടത് ആരാണോ, നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ആരാണോ അവർക്ക് കൃത്യമായ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തിയിരിക്കണം. കണ്ടോ, ഞങ്ങൾ ഒരു ലൈൻ പോലും ഇവിടെ നിന്ന് ഞങ്ങളെ ആ കഥയൊന്ന് പറഞ്ഞതില്ലേ, വണ്ടി പോയ കഥ പറഞ്ഞതേ ഉള്ളൂ. രണ്ടിനും കാര്യം മനസ്സിലായി. എന്താ ചെയ്യാനാ, ഇതാ ഇപ്പൊ അവസ്ഥ. അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ. അനുട്ടി ബൈ പറയടി, ടാറ്റാ ബൈ പറയടി. വേണ്ട, ഒരാളുടെ ചിരി കണ്ടോ, ഒരു ചിരി കണ്ടു. അവളൊരു സാധനം എന്തോ എന്നാ ആയിക്കോട്ടെ, ഇതോ അത് തരാം. ഒരാളുടെ ചിരി കണ്ടോ, ഒരു സാധനം മേടിച്ചെന്ന് പറഞ്ഞപ്പോ. ഞാൻ പറഞ്ഞതില്ല, ഒരു സാധനം മേടിച്ചെന്നും പറഞ്ഞില്ല. ഞാൻ പുതിയായിട്ട് വണ്ടി വന്ന് കേറി. അപ്പൊ ആ ചിരി കണ്ടോ, എന്നെ ഇതുപോലെ ചിരിക്കുന്നേ. ഇപ്പൊ ആ ചിരി പോകുന്ന കാണണോ, ഇപ്പൊ ചിരി പോകുന്ന കാണണോ. പറ്റിച്ചടി ഞാൻ. ഇതൊന്നും നോക്കി, ഇനി ചിരി പോകുന്ന കാണണോ, ഇപ്പൊ ചിരി പോകുന്ന കാണണോ. പോകുന്ന കാണാവേ വലിഞ്ഞിരിക്കുന്നത്. ഞാൻ ഇവള് പറഞ്ഞ സാധനം സത്യം പറഞ്ഞാൽ അടിയിൽ എഴുതി കാണിക്കണ്ട. എന്താന്ന് പിള്ളേർ കേട്ട് കഴിഞ്ഞാൽ പ്രശ്നം അതുകൊണ്ടാണ് ഇപ്പൊ വഴക്കുണ്ടാക്കും. ഞാൻ പറഞ്ഞു അത് മേടിച്ച് തരത്തില്ല, ഇപ്പൊ രാവിലെ വെറും വയറ്റിലാണ്, തരില്ല, നിങ്ങളും വഴക്കുണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഒരാളത് വേണം കിട്ടുമെന്ന് വേണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. വേണ്ടെന്ന് പറഞ്ഞ് വണ്ടിയെന്ന് ഇറങ്ങിപ്പോയി. ഞാനും പറഞ്ഞു എന്നാ ശരി മേടിക്കുന്നില്ലെന്ന് പറഞ്ഞു. തിരിച്ചു വന്നപ്പോ എന്റെ ഒരു പൊതി കണ്ടപ്പോൾ വിചാരിച്ചു ഞാൻ മേടിച്ചെന്ന്. എത്തിച്ചു. വൈകിട്ട് ചായ പിടിക്കുമ്പോ തന്നെ കഴിച്ചോളൂ. എനിക്കറിയാം നമുക്ക് ചായ പിടിച്ചിട്ട് പോകുന്നുള്ളതേ. ശരി ഗൈസ്, ബൈ.